അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു കിടക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരം പീസ് റേഡിയോ പ്രോഗ്രാമുകൾ കൃത്യമായി കേൾക്കുകയും അതിൻ്റെ ഓരോ കാര്യങ്ങളിൽ പങ്കാളികളാവുകയും അതിൻ്റെ 500 പോലെയുള്ള ലൈഫ് പോലെയുള്ള കോഴ്സുകളിൽ പഠിക്കുകയും അതിൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്ത ആളുകളെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇങ്ങനെ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾ അവരെയെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു കോൺഫറൻസ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ പേര്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമ്മേളനം നടത്തിയാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമോ എന്നതൊരു ആശങ്കയുള്ള കാര്യമാണ്. അത് നമ്മൾക്കും അറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഈ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 26-27 തീയതികളിൽ പാലക്കാട് ജില്ലയിലെ കോട്ട മൈതാനിൽ നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി പീസ് റേഡിയോ എല്ലാ ദിവസവും ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അതിൻ്റെ ഇന്നത്തെ ചോദ്യം കേൾക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോയിൽ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിലൂടെ ഈ ചോദ്യം പ്രക്ഷേപണം ചെയ്യും. റീവൈൻഡ് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് 24 മണിക്കൂറും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ചോദ്യം കാണാവുന്നതാണ്. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 3 ഓപ്ഷനുകൾ ഉണ്ടാകും. ചോദ്യത്തിൻ്റെ കൂടെ തന്നെ ശരിയുത്തരമായി നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന 3 ഓപ്ഷനുകൾ നമ്മൾ നൽകും. ഇതിൽ നിങ്ങൾക്ക് ശരിയുത്തരമായി തോന്നുന്ന കാര്യം പീസ് റേഡിയോ ആപ്പ് തുറന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ കൃത്യമായ ഫോൺ നമ്പറും നൽകി അതിന് താഴെ നിങ്ങൾ 3ാമത്തെ ഓപ്ഷനിൽ പ്രോഗ്രാം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങളുടെ ശരിയുത്തരം എ ആണെങ്കിൽ എ എന്നും ബി ആണെങ്കിൽ ബി എന്നും സി ആണെങ്കിൽ സി എന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അടിച്ചാൽ നിങ്ങളുടെ ഉത്തരം സ്വീകരിച്ചു. ശ്രദ്ധിക്കേണ്ടത് പ്രോഗ്രാം ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന് തന്നെ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റേതിലേക്ക് അയച്ചാലും ഉത്തരം സ്വീകരിക്കുകയില്ല. അവിടെ താഴെ നിങ്ങൾ എ ബി സി ഇതിലേതെങ്കിലും ഒരു അക്ഷരം മാത്രമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സ്മോൾ ലെറ്റർ ആയാലും ക്യാപിറ്റൽ ആയാലും ഒന്നും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എ ബി സി എന്നതിലേതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. യൂട്യൂബ് വീഡിയോ വരുമ്പോൾ അതിന് താഴെ കമൻറ്റ് ചെയ്തതുകൊണ്ട് ശരിയുത്തരം സ്വീകരിക്കുകയില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ചോദ്യം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമയക്കുന്ന രൂപം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ വിജയിയാണെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാൻ കഴിയും? അത് ഓരോ ദിവസവും രാവിലെ നടക്കുന്ന പ്രഭാത പ്രക്ഷേപണം 6 മണി മുതൽ 8 മണി വരെ നടക്കുന്ന ലൈവ് പ്രക്ഷേപണമാണ് പ്രഭാത പ്രക്ഷേപണം. അതിലെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ലൈവായി ഈ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി നടക്കുന്ന ക്വിസിലെ ഇന്നത്തെ വിജയിയെ പ്രഖ്യാപിക്കുക. നാളെ നടക്കുന്ന ലൈവ് പ്രഭാത പ്രക്ഷേപണത്തിലായിരിക്കും. അപ്പോൾ ആ പ്രോഗ്രാം നിങ്ങൾ കൃത്യമായി കേൾക്കുമ്പോൾ നിങ്ങൾ വിജയമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ റസൂലിൻ്റെ സഹാബികൾ പലരും കേട്ടിട്ടുണ്ട്. ആ കേട്ട സഹാബികളെല്ലാം അവർ കേട്ടത് നമ്മളിലേക്ക് എത്തിച്ചു നൽകുവാൻ പരിശ്രമിച്ചിട്ടുമുണ്ട്. സഹാബികളുടെ കൂട്ടത്തിൽ പുരുഷന്മാർ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിത സ്ത്രീ ആരാണ് എന്നാണ് ചോദ്യം. വളരെ എളുപ്പമാണ് ഈ ചോദ്യത്തിന് ഉത്തരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിന്ന പ്രവാചകൻ്റെ പത്നിമാരിൽ ഒരാളാണ് ഇത് എന്നതാണ് ഇതിൻ്റെ ക്ലൂ. ഏതായാലും 3 ഓപ്ഷനുകളാണ് നമ്മൾ നൽകുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ഖദീജ റളിയല്ലാഹു അൻഹ എന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നതാണ്. ഓപ്ഷൻ സി ആയിഷ റളിയല്ലാഹു അൻഹ എന്നതാണ്. ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സഹാബ വനിത ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഖദീജ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി ആയിഷ റളിയല്ലാഹു അൻഹ. നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ എ എന്നും ബി ആണെങ്കിൽ ബി എന്നും സി ആണെങ്കിൽ സി എന്നും ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന ടാബ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അയക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പീസ് റേഡിയോ പ്രോഗ്രാമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മൾ ഈ വീഡിയോയിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പീസ് റേഡിയോ വാട്സാപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധ്യമാകും. അതിലൂടെ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷനുകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഈ ക്വിസിൽ പങ്കെടുത്ത് വിജയികളാകുന്ന 3 ആളുകൾക്ക് ഇൻഷാ അല്ലാഹ്
നമ്മൾ സമ്മാനം നൽകുന്നതായിരിക്കും. അവർക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ സമ്മാനവും വീട്ടിലേക്ക് എത്തിക്കുന്ന രീതിയായിരിക്കും ഈ ക്വിസിനുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഈ ക്വിസിൽ നിങ്ങൾ പങ്കാളികളാവുക. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഇതിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.